അയ്യോ എസ്കേപ്പ്. ഏയ് കാലി നിക്കവിടെ നിക്കവിടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ, ശരിയാക്കി കളയും ഞാൻ. എടാ നിക്കവിടെ നിക്ക്. ഏയ് എന്റെ ഏരിയയിലുള്ള കള്ളന്മാരെയൊക്കെ ഞാൻ വെറുതെ വിടും, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്താന്നറിയോ നിനക്ക്? കള്ളന്മാര് കാശും പണവും മാത്രമേ മോഷ്ടിക്കുള്ളൂ, പക്ഷെ നീ എന്റെ മനസ്സ് മോഷ്ടിച്ചുകൊണ്ട് പോയതറിയൂ. എടി നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പിന്നാലെ വരരുതെന്ന്? നീ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്നത് വരെ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കേ വേണ്ട. നീ ഞാനും തമ്മിൽ പ്രേമിക്കാനോ? എടി നീ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, ഞാനാണെങ്കിൽ വെറും ലൈറ്റ് ആൻഡ് സൗണ്ട് കാരണം. എങ്ങനെ ശരിയാവും? എനിക്ക് നിന്നോടുള്ള സ്നേഹം ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ആദ്യമായിട്ട് നീ എന്റെ വീട്ടിൽ വന്നില്ലേ, അന്നേ തോന്നിയതാ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്ക്, ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നിന്നെ ഞാനൊന്ന് കണ്ടിട്ട് 10 ദിവസമായി. എനിക്കൊരു ഉമ്മ തരികയാണെങ്കിൽ നിന്നെ ഞാൻ വിടാം. ഉമ്മ വയ്ക്കാനാ? ആദ്യം മേത്ത് എഴുന്നേക്ക്, എന്നിട്ട് ഉമ്മ. ഓക്കേ. എന്നിട്ടാ ഒന്ന് വേഗം ആട്ടെ. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് നാണം വരും. നീ കണ്ണടച്ച് പിടിക്കും. അയ്യടാ, കണ്ണടച്ച് കഴിയുമ്പോ നൈസായിട്ട് ഇവിടുന്ന് മുങ്ങാനല്ലേ? നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ എന്റെ ഈ മൈക്ക് പിടിച്ചോ. എന്താ എന്റെ മൈക്ക് എത്ര നിസ്സാരെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ പോലീസുകാർക്ക് ഈ തൊപ്പി എത്ര വലുതാണോ അതിനൊക്കെ വലുത് എനിക്ക് എന്റെ ഈ മൈക്ക്. നീ കണ്ണടക്കി. എന്തെങ്കിലും ആവട്ടെ, വേഗം തരൂന്നേ, വേഗം താ. ഏയ് നിനക്ക് നിന്റെ മൈക്ക് വേണ്ട, ഇന്ന് കൊണ്ടുപോ. അത് ഡമ്മി മൈക്കാടി, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് നീ തന്നെ വെച്ചോ. നിന്നെ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ തന്നെ കിട്ടും. എന്തുവാടെ നീ പാട്ട വണ്ടി പണിഞ്ഞോണ്ടിരിക്കുന്നേ? മാമ പോവാം. റിപ്പയർ ചെയ്യട്ടെ, കാർ തന്നെ പോവാം. വേണ്ട കാലി, ഞങ്ങള് രണ്ടുപേരും കൂടെ നടന്നങ്ങ് പൊക്കോളാം. നീ കാറിൽ വാ. ഇന്നെന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. എനിക്ക് എന്തിന്റെ കുറവുണ്ടായിട്ട് നീ അവളുടെ പുറകെ പോയത്? നീ എന്നോട് കള്ളം പറയുന്നോ? നടന്ന സംഭവങ്ങളൊക്കെ ശരിക്കും ഞാൻ അറിഞ്ഞിട്ടാ വരുന്നേ. ഇവിടെയുള്ള ഏതോ ഒരുത്തിയുമായി നീ ഇഷ്ടത്തിലാണെന്ന് ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, പറഞ്ഞാലും എത്ര തെറ്റ്. ഈ ഏരിയയിലുള്ള 6 വയസ്സുകാരിക്കും അതുപോലെ 60 വയസ്സുകാരിക്കും എന്നെ ഇഷ്ടാവും. ഇവിടെയുള്ള അമ്മച്ചിമാർക്കൊക്കെ നിന്നെ ഇഷ്ടമായിക്കോട്ടെ, നിനക്കൊരു ചെറുപ്പക്കാരി ലവർ ഉണ്ടെന്നാണല്ലോ ഞാൻ ഇവിടെ കേട്ടത്. അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോഴേ എന്റെ ചങ്കാകെ തകർന്നു പോയി. അയ്യേ നേരിട്, എന്റെ പിന്നാലെ നടക്കണം നിന്നെ പോലും ഞാൻ പ്രേമിക്കുന്നില്ല. പിന്നെയാണ് എനിക്ക് അറിയാത്ത ഏതോ ഒരുത്തിയെ. നിന്റെ ഈ തരികിട പരിപാടിയൊന്നും എന്റെ അടുത്ത് ഇറക്കല്ലേ. ഞാനൊരു പോലീസുകാരിയാ, തെളിവില്ലാതെ ഞാൻ സംസാരിക്കില്ല. ഏയ് നിന്നോട് അവൾ എന്താ പറഞ്ഞേ? അതിങ്ങോട്ട് പറഞ്ഞേ. അതെ അണ്ണ, രാത്രി വഴി വെച്ച് കണ്ടപ്പോ ആരാണെന്ന് ചോദിച്ചു. അപ്പൊ പറയാ അണ്ണന്റെ ലവറാന്ന്. വീട് വരെ കൊണ്ട് വിടട്ടെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ പറയാ വേണ്ടാന്ന്. അണ്ണ നല്ല സുന്ദരിയാ, അണ്ണന് നന്നായിട്ട് ചേരും. എന്നാ പിന്നെ അതിനെ അങ്ങ് ആലോചിച്ചുകൂടെ? ചോവിട്ടിനെ ഇതൊക്കെ നിന്നോട് ചോദിച്ചോടാ. ഇപ്പൊ എന്താ പറയാനുള്ളത്? നിനക്ക് പെണ്ണെ ശരിക്കും അറിയാലോ? അറിയണ്ണ. റൗഡിത്തരം കാണിച്ചത് അവന്മാരാ, എന്നിട്ട് എന്നെ എന്തിനാ കെട്ടിയിടുന്നത്? നമ്മളോടൊന്നും ചോദിക്കണ്ട, MLA-യുടെ ആൾക്കാരല്ലേ കൈവച്ചേ. കാര്യം കുറച്ച് സീരിയസാ. തന്നെ ചോദ്യം ചെയ്യാനേ മോളിന്ന് വലിയ ഓഫീസറാ വരുന്നേ. അതേത് ഓഫീസറാ? നിനക്ക് എത്ര അഹങ്കാരം വരുന്നിട്ടാ നീ ഇങ്ങനൊക്കെ ചെയ്തത്? അവരടിച്ചതുകൊണ്ടാ ഞാൻ തിരിച്ചടിച്ചത്. ഏയ് നീ ആരെ അടിച്ച എനിക്കെന്താ? ഞാൻ ആ കാര്യമല്ല ചോദിച്ചത്. അന്ന് നിന്നോട് ഞാനൊരു കിസ് ചോദിച്ചപ്പോ നീ എന്താ എന്നോട് ചെയ്തത്? എന്നോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് പോയി അല്ലേ? ഇപ്പൊ ഒന്നോടി കാണിച്ച മോനെ, അന്ന് എനിക്ക് നീ തരാതെ പോയ മുത്തമുണ്ടല്ലോ, ഇന്നിപ്പൊ ഞാനേ ഇതിനെത്ര? 300 രൂപ. 100 രൂപയ്ക്ക് തരുമോ? ഇതിനിപ്പോ എന്തിനാ ഇത്ര ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ 200 രൂപയ്ക്ക് ചോദിച്ചിട്ടേ ആ ബുക്ക് എനിക്ക് തന്നില്ല. നിങ്ങൾ 100 രൂപയ്ക്ക് തരുമോന്ന് ചോദിച്ചത് കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയതാ. കുട്ടിക്ക് തരില്ലെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചിലപ്പോ തന്നാലോ? കിട്ടിയ സന്തോഷം, എന്നാ വാങ്ങിച്ചോ.
ഫൈനൽ ഒരു എമൗണ്ട് പറയും. 300 രൂപ കുറച്ചൊന്നും കിട്ടില്ലെന്നേ. ആ എന്നാ അവിടെ ഇരിക്കട്ടെ. ഹലോ, ഈ ടിക്കറ്റ് കുട്ടിയുടെ അല്ലേ? അതെ, എന്റേതാ. താങ്ക്സ്. ബുക്ക് കടയിൽ വെച്ച് മറന്നുപോയതാ. ആ പുസ്തകം കുട്ടിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? അതെ, നാളെ എക്സാമിന് എനിക്കത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാ. ഓ, IAS-ഓ? അപ്പോൾ അത് വാങ്ങിക്കേണ്ടതല്ലേ? വാങ്ങിക്കുമായിരുന്നു, പക്ഷെ 300 രൂപയിൽ കുറച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ശരി, 200 രൂപയ്ക്ക് വാങ്ങാൻ കുട്ടി റെഡിയാണോ? ആ, ശരി, ആ 200 രൂപ ഞാൻ പോയി വാങ്ങിട്ട് വരാം. കുട്ടി അകത്തിരുന്നോ, ഞാൻ പുസ്തകം വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇതാ പുസ്തകം. ഞാൻ അത്രയും കെഞ്ചി ചോദിച്ചിട്ട് തന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയേ? ഇതാണ് എൻ്റെ ഒരു ടാലന്റ്. അതൊക്കെ വിട്. ഇത് കുട്ടിക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞില്ലേ, നന്നായിട്ട് പഠിക്ക്. അതുകൊണ്ട് ഉറക്കൊഴിഞ്ഞ് പഠിക്കണ്ട കേട്ടോ, നാളെ എക്സാമിന് ഉറങ്ങിപ്പോകും. അത് കുട്ടി ഉറങ്ങയല്ലേ, ഞാൻ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നതാ. നിങ്ങളെ ബുക്ക് ചുമ്മാ നോക്കുന്ന പോലെ തോന്നിയില്ലല്ലോ. ഞാനും IAS എക്സാം എഴുതാൻ വേണ്ടി പോവാ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്നിട്ടെന്താ ഇക്കാര്യം എന്നോട് പറയാതിരുന്നേ? കുട്ടിയല്ലേ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞേ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. എൻ്റെ അച്ഛൻ കളക്ടർ ഓഫീസിലെ പ്യൂണായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ IAS-ന് പഠിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിക്കുക. അന്നാണ് ഈ തീരുമാനം എടുത്തത്, ഈ വിഷയത്തെക്കുറിച്ച് ആരോടും പറയണ്ടെന്ന്. IAS നേടുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എനിക്കൊന്നും ഇത്രയും കാശ് കൊടുത്തത് വാങ്ങിക്കാൻ പറ്റില്ല. ആ ബുക്ക് സ്റ്റാളിൽ വെച്ച് കുട്ടി പഠിക്കാൻ ഈ ബുക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കുട്ടി ഉറങ്ങുന്ന നേരത്തെങ്കിലും ഒന്ന് പഠിക്കാമെന്ന് കരുതി കുട്ടി തന്ന 200 രൂപയും എൻ്റെ കയ്യിലിരുന്ന് 100 രൂപയും കൊടുത്ത് ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ കുട്ടി എഴുന്നേറ്റല്ലോ, കുട്ടി പഠിച്ചോളൂ. സാരില്ല, ഇപ്പൊ വേണ്ട, നിങ്ങൾ പഠിച്ചോളൂ. താങ്ക് യു. ഹലോ, എഴുന്നേക്ക് എഴുന്നേക്ക്, നേരം വെളുത്തു. നന്നായിട്ട് ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് വന്നോ? അതോ, അവിടെ പോയി റെഡി ആവണമെങ്കിൽ അവിടെ റൂം എടുക്കണ്ടേ. റൂമിന് പിന്നെ അനാവശ്യ ചെലവ്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ റെഡിയായത്. ഞാനെല്ലാം ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. ശരി, എന്നാ ഞാനും റെഡി ആയിട്ട് വരാം. പെട്ടെന്ന് അവിടെ സ്റ്റേഷനെത്താൻ പോകുന്നു. അങ്ങനെയാ ഞാനും സൂര്യൻ തമ്മിൽ പരിചയപ്പെട്ടത്. ഞങ്ങൾ രണ്ടുപേരും എക്സാമിന് പോയപ്പോ അവിടെ ഏതോ രാഷ്ട്രീയക്കാരൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെല്ലാം ചേർന്ന് അവിടുത്തെ കടകളും വാഹനങ്ങളും എല്ലാം തല്ലിപ്പൊളിച്ചു. അത് കാരണം എക്സാം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുട്ടി വാ, എന്തെങ്കിലും വഴി നോക്കാം. വാ. സിംഗിൾ റൂമൊന്നുമില്ല, ഒരേ ഒരു ഡബിൾ റൂമേ ഉള്ളൂ, അത് മതിയോ? കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ശരി, കൊടുക്ക്. ഇതിൽ അഡ്രസ്സ് എഴുതിയിട്ട് 1000 രൂപ അഡ്വാൻസ് തന്നേക്ക്. 600 പോരെ? ഓളോ? സാരമല്ല. ആ, വൺ സെക്കൻഡ്. നമ്മളൊന്ന് വിചാരിക്കും, ദൈവം വേറൊന്ന് വിചാരിക്കും. തൻ്റെ നാട് എവിടെയോടോ? മഞ്ചേരി. അവിടെ ഒന്നും ലോഡ്ജില്ലേ? എന്തിനാ ഇവിടെ വന്നെടുത്തേ? ശരി ശരി, സ്റ്റേഷനിലേക്ക് സാർ, പോവാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ. ആ, ഇതാര് ഭാര്യയാണോ? ഇല്ല സാർ, എൻ്റെ ഫ്രണ്ടാ. ഫ്രണ്ടാ? ആ ഫ്രണ്ടിനോട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം. നടക്കടാ. നടക്കടാ അങ്ങോട്ട്. ഞാൻ പറയുന്നത് കേൾക്കും സാർ. ഒന്നും പറയണ്ട നീ. നടക്കടാ. സാർ, ഞാൻ പഠിക്കാൻ വേണ്ടി വന്നതാ. പഠിക്കാൻ വേണ്ടിയാ? സാർ, ഞങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നതാ സാർ. നടക്കടാ. എന്തിനാ നിന്നെ അടിച്ചെന്ന് മനസ്സിലായോ? അവരെ അടിക്കാൻ പറ്റാത്തോണ്ടാ.
ഫ്രഷ് ആണല്ലോ. ഈ തൊഴിലില് നീ പുതിയാണെന്ന് തോന്നല്ലോ. സാർ ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി വന്നതാ. അപ്പ ഈ തൊഴിലിനൊക്കെ ഇപ്പൊ എക്സാം ഒക്കെ ഉണ്ടോടാ? സാർ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ആഹാ, ഞാൻ തെറ്റിദ്ധരിക്കുകയാണെന്നല്ലേ? നീ എക്സാമിന് വന്നെന്ന് പറയും, ഞാനത് വിശ്വസിക്കണം. കാരണം മണിമണി പോലെ പറയടാ. ഒരു നിമിഷം സാർ. സാർ ശരിക്കും ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി വന്നതാ. ഞങ്ങളെ വിശ്വസിക്കൂ സാർ. 1 സെക്കൻഡ്. സാർ ഇത് നോക്കൂ, ഹോൾ ടിക്കറ്റ്. എക്സാം എഴുതാൻ തന്നെയാണല്ലേ? അതെ സാർ. IAS അതെ. എനിക്കിട്ട് പണി തരാൻ വന്നെന്ന് പറയടാ. ഇതുപോലത്തെ ഹോൾ ടിക്കറ്റ് നിനക്ക് എത്ര എണ്ണം വേണോടാ? തൂക്കി സെല്ലിടവനെ. എനിക്കറിയാം നീ അങ്ങനത്തെ ഒരു പെണ്ണൊന്നുമല്ലെന്ന്. നീ ചെറുതായിട്ടൊന്ന് കോപ്പറേറ്റ് ചെയ്താ നിന്നെ വിട്ടേക്കാം. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ നിന്നെ എക്സാം സെന്ററിൽ ഡ്രോപ്പ് ചെയ്യാം. പറ്റുന്നില്ലടി. ഫോട്ടോഗ്രാഫറോട് വരാൻ പറയടാ. ഇവളുമാരോടൊപ്പം ഇവളെയും ചേർത്ത് ഫോട്ടോ എടുക്കടാ. എന്നിട്ട് പത്രത്തില് പബ്ലിഷ് ചെയ്യണം. ഇവളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ നാണം കെടണം. വ്യഭിചാര കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സൂര്യ, ജ്യോതി ഇരുവരെയും IAS എക്സാം എഴുതുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതിനാൽ അവർ രണ്ടുപേരെയും ഈ കോടതി നിരപരാധികളെന്ന് കണ്ട് വെറുതെ വിടും. അന്യായമായി അവരുടെ മേൽ കുറ്റം ചുമത്തിയും അവരെ തടങ്കലിൽ വെച്ച് മർദ്ദിച്ചതിനും ഈ വ്യക്തികളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചതിനും സർക്കിൾ ഇൻസ്പെക്ടർ കതിരവനെ സസ്പെൻഡ് ചെയ്യുവാൻ കോടതി ഉത്തരവിട്ടു. നീതി നിർവഹിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു താക്കീതായിരിക്കട്ടെ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, പൊയ്ക്കോണം. പേപ്പറിലെ ഫോട്ടോ കണ്ടിട്ടേ ഇനി നിന്നെ ഇവിടെ താമസിപ്പിച്ച ഈ നാട്ടിലുള്ളവരെല്ലാം എന്നെ കാറി തുപ്പും. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആന്റി. ജ്യോതി വാ, എൻ്റെ വീട്ടിൽ പോവാം. ഇത് നോക്ക് ജ്യോതി, സംഭവിച്ചതോർത്ത് വിഷമിക്കണ്ട. ഇനി മുന്നോട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ബന്ധങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. ചിറ്റമോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. നിനക്ക് ആരുമില്ലെന്ന് വിചാരിക്കണ്ട മോളെ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ധൈര്യമായിരിക്കെ. ഇന്നു മുതൽ നീ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയാണ് മോളെ.
അന്ന് മുതൽ ഞാൻ സൂര്യയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവൻ്റെ അച്ഛനും അമ്മയും എന്നെ ആ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് കണ്ടത്. ജ്യോതി, ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ഓ 1 മൈൽ ദൂരം വരെ ക്യൂ ആയിരുന്നു. നിന്ന് എന്റെ ബോധം പോയെന്നാ തോന്നിയത്. എന്തായാലും കിട്ടി. ഇതെന്താ, ഇതൊരു ആപ്ലിക്കേഷൻ അല്ലേ ഉള്ളൂ? ഒരു വീട്ടിൽ ഒരു കളക്ടർ പോരെ? സൂര്യ, ചുമ്മാ ജോക്ക് അടിക്കല്ലേ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. നീ ജോക്ക് പറഞ്ഞാലും സീരിയസ് ആയിട്ട് പറഞ്ഞാലും ആപ്ലിക്കേഷൻ വേണമെങ്കിൽ 2 എണ്ണം വാങ്ങിക്കാം. എന്നാ ഒരാൾക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ അച്ഛൻ്റെ വരുമാനം വീട്ടു ചെലവിന് തന്നെ തികയുന്നില്ല. പഠിക്കാൻ വേണ്ടി അച്ഛനെടുത്ത ലോൺ എമൗണ്ടിൽ 2 പേർക്ക് പഠിക്കാനുള്ള തുകയുണ്ടാവില്ല. അതുകൊണ്ടാണ് നിനക്ക് മാത്രം ആപ്ലിക്കേഷൻ വാങ്ങിയത്. ആ ഒരാള് നിനക്കായിക്കൂടെ സൂര്യ? ഞാൻ പഠിച്ച അതെൻ്റെ സ്വാർത്ഥത. അത് നീ പഠിച്ച നീ വീട്ടിൽ വന്നതിൽ ഒരർത്ഥം ഉണ്ടാവും. സോ നീ പഠിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു. ഓക്കെ? എന്നാലും ഒരു IAS കാരനാവാൻ വേണ്ടി നീ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? അതെ, ആഗ്രഹിച്ചു. ഒരർത്ഥത്തിൽ നീ IAS ആയ ഞാനും IAS അല്ലേ? ഞാൻ IAS ആയ എൻ്റെ പേരിനോടൊപ്പം സൂര്യ IAS എന്നല്ലേ ബോഡി ചേർക്കുള്ളൂ. ആ സ്ഥാനത്ത് നീയാണെങ്കിൽ ജ്യോതി സൂര്യ IAS എന്ന് 2 പേരുടെയും പേരിൻ്റെ ഒപ്പം ചേർക്കില്ലേ? അപ്പോൾ നീ IAS, ഞാനും IAS. ജ്യോതി, ലക്ഷ്യത്തിൽ മാത്രമല്ല നിന്റെ ജീവിതത്തിലും പങ്കാളിയാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.